വീര്യം കുറഞ്ഞ മദ്യത്തിനല്ലേ നികുതി കുറിച്ചത്? വീര്യം കൂടിയതിനല്ലല്ലോ. സർക്കാരിൻ്റെത് തികച്ചും സതുദ്ദേശപരമായ നീക്കമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തോടെ കാണുന്നത് ദൗർഭാഗ്യകരമാണ്. സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ഒരു സംവിധാനവും ഇവിടെയില്ല. അങ്ങനെ കുറിക്കൊള്ളുന്ന മറുപടിയാണ് CPM-ന് മന്ത്രി K മുരളീധരൻ കൊടുത്തിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം CPM-ന് മാത്രമല്ല കണക്കിന് കൊടുത്തത്, BJP-ക്കും കിട്ടി മുരളീധരന്റെ കയ്യിൽ നിന്ന് ഒരു പങ്ക്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ചിലരോട് അയോധ്യയുടേത് എന്താണ് സ്ഥിതി എന്നാണ് ചോദിക്കാനുള്ളതെന്നും ഇതുപോലെ ഭക്തജനങ്ങൾ അയോധ്യയിലുമുണ്ടല്ലോ, എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കട്ടു എന്നതുകൂടി പറയണമെന്നും മുരളീധരൻ പറയുകയുണ്ടായി. അങ്ങനെ രണ്ടുപേരുടെയും വായടപ്പിച്ചിട്ടുണ്ട് മുരളീധരൻ. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സർക്കാരിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അതിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചത്. ഏതായാലും ധനബില്ലിൽ അത് ഉൾപ്പെടുത്തിയാണ് ധനബില്ലിൽ അത് ഉൾപ്പെടുത്തിയിട്ടാണ് ബില്ല് വരിക. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDF-ആയിട്ട് ഒന്നും കൂടെ ആലോചിക്കും. പക്ഷേ ധനബില്ലിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ളത് BM അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരം. ഏതായാലും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ആ സിസ്റ്റം ഇല്ല. പക്ഷേ ഭരണപക്ഷത്തിലുള്ളവർ തന്നെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയല്ലേ? വരട്ടെ, SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാം, ഒരു മടിയില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ചിലരോട് ചോദിക്കാനുള്ളത്, അയോധ്യയുടെ എന്താണ് സ്ഥിതി എന്നും കൂടെ ഒന്ന് അറിയണം. ഇതിപ്പോൾ ശബരിമല ചില ആൾക്കാർ ദിവസേന പറയുന്നുണ്ട്. അവർ പറയുന്നതിൻ്റെ വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഭക്തജനങ്ങളുടെ വികാരം അയോധ്യയിലുണ്ടല്ലോ. അയോധ്യയിലെ വികാരം വളരെയധികം ആവേശത്തോടെ പറഞ്ഞവരാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കെട്ടു അതും കൂടെ പറയണം.